ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഒരു CAPF ജവാനും ആ ജവാന്റെ കുടുംബാംഗങ്ങളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. CAPF ജവാനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ഒരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ചില അസുഖങ്ങൾ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും ട്രീറ്റ്മെന്റ് നേടുകയും ചെയ്യാറുണ്ട്. ഹോസ്പിറ്റലൈസ് ആയി അഡ്മിഷൻ പീരീഡ് എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും ബില്ലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ആയുഷ്മാൻ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്ന സമയത്തും ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി വരുന്ന സമയത്തും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CAPF ആയുഷ്മാൻ ക്ലെയിം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് രീതിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിഷനാണ് നമുക്ക് നടക്കുന്നത്. ഒന്ന്, ഇൻ പേഷ്യന്റ്, ഒരു രോഗി അഡ്മിറ്റ് ആയിരിക്കുക, ഒരു 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്കോ ഒക്കെ ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്നതിന് ശേഷം ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്നു. ഇതിനെയാണ് ഇൻ പേഷ്യന്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു രീതിയുള്ളത് ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു രോഗം തുടർച്ചയായി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗം, ആ രോഗത്തിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, OP ടിക്കറ്റ് എടുക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളും അതിന്റെ ടാബ്ലറ്റ്സ്, മെഡിസിൻസ് ഒക്കെ നമ്മൾ വാങ്ങുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വീട്ടിൽ വരുന്നു. ഇതിനെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇപ്പോ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇൻ പേഷ്യന്റ്, അതായത് നിങ്ങളുടെ ഈ ഒരു CAPF ജവാനോ അല്ലെങ്കിൽ ആ ജവാന്റെ കുടുംബമോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പേപ്പറുകളാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന സമയത്ത് വാങ്ങേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. ഒരു രോഗി എന്തെങ്കിലും കാരണത്താൽ മുൻപേ ഉള്ള ഒരു രോഗമാണ്, അവരുടെ മുട്ടുവേദനയോ കൈവേദനയോ കാലുവേദനയോ അങ്ങനെയുള്ള പല രോഗങ്ങളാവാം. അങ്ങനെയുള്ള രോഗങ്ങൾക്കാണ് നിങ്ങൾ ചികിത്സ നേടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള CRPFന്റെ ഹോസ്പിറ്റലിൽ പോയി ഒരു റെഫർ ലെറ്റർ വാങ്ങുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ CAPFന്റെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അവിടുത്തെ MI റൂമിൽ പോവുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുകയോ ചെയ്താൽ നിങ്ങൾക്ക് റെഫർ ലെറ്റർ കിട്ടും. അല്ല, നിങ്ങളുടെ അടുത്തൊന്നും ഈ പറയുന്ന രീതിയിലുള്ള CAPFന്റെ ഹോസ്പിറ്റൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്നും റെഫർ ലെറ്റർ വാങ്ങാവുന്നതാണ്. റെഫർ ലെറ്റർ വാങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് എവിടെയാണോ, ഏത് ഹോസ്പിറ്റലാണോ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് പോവുക. ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ അഡ്മിറ്റ് ആവുക. അഡ്മിറ്റ് ആയതിനു ശേഷം ഇപ്പൊ നിങ്ങളുടെ ഒരു ചോദ്യം വരാം, നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റൽ വേണേലും ട്രീറ്റ്മെന്റ് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം വരാം. നമ്മുടെ ഡയറക്ടറേറ്റിന്റെ ഇപ്പോൾ ഒരു റീസെന്റ് ഉള്ള നിർദ്ദേശപ്രകാരം എംപാനൽഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എംപാനൽഡ് അല്ലാത്ത ഹോസ്പിറ്റലിൽ നിന്നും നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നേടാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ റെഫർ ലെറ്റർ വാങ്ങിയതിനു ശേഷം നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുക. അഡ്മിറ്റ് ആയതിനു ശേഷം അവിടെ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഞാൻ ഇനി പറയുന്ന രേഖകൾ വളരെ കൃത്യമായും നിങ്ങൾ വാങ്ങിയിരിക്കണം. ആദ്യമായി വാങ്ങേണ്ടത് ഡിസ്ചാർജ് സമ്മറിയാണ്. ഡിസ്ചാർജ് സമ്മറിയും ഡോക്ടറിന്റെ സീല് വിത്ത് രജിസ്ട്രേഷൻ നമ്പർ, ഡോക്ടറിന്റെ രജിസ്ട്രേഷൻ നമ്പറോട് കൂടിയുള്ള സീലും ഡോക്ടറിന്റെ സിഗ്നേച്ചറും ഹോസ്പിറ്റലിന്റെ സീലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡിസ്ചാർജ് സമ്മറിയാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത് നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ആണ്. അപ്പൊ നമ്മൾ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത്, ഒരു രോഗി അഡ്മിറ്റ് ആയിരിക്കുന്ന തുടക്കം മുതൽ ലാസ്റ്റ് വരെ പല രീതിയിലുള്ള ചെക്കപ്പുകളും പല ടെസ്റ്റുകളും നടക്കാറുണ്ട്. ഇൻവെസ്റ്റിഗേഷൻസ് പലതും നടക്കാറുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ്റേ, അല്ലെങ്കിൽ ECG, ഇതുപോലുള്ള പല ടെസ്റ്റുകളും നടക്കാറുണ്ട്. ഈ ടെസ്റ്റുകളുടെ എല്ലാം ആ റിപ്പോർട്ട് വളരെ സുരക്ഷിതമായി നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ നമ്മുടെ ഡിസ്ചാർജ് സമ്മറി ഫസ്റ്റ്, സെക്കൻഡ് ആയിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് പോലും മിസ് ചെയ്യാൻ പാടില്ല. എല്ലാ റിപ്പോർട്ടും കൃത്യമായിട്ട് കിട്ടിയിരിക്കണം. അത് ഇനി എക്സ്റേ ആണ് എടുക്കുന്നതെങ്കിൽ എക്സ്റേയുടെ ഫിലിം വരെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് വേണ്ടത് സമ്മറി ബില്ലാണ്. സമ്മറി ബിൽ എന്ന് പറയുമ്പോൾ എന്താണ് സമ്മറി ബിൽ? നമുക്ക് ടോട്ടലായിട്ട് ചിലവാകുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങളുടെ ഒരു 1,00,000 രൂപ നിങ്ങൾക്ക് ചിലവായെങ്കിൽ അത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഈ 1,00,000 രൂപ ചിലവായിട്ടുള്ളത്. 10,000 ചിലപ്പോൾ മെഡിസിന് വേണ്ടിയായിരിക്കാം ചിലവായത്,
ഒരു 10,000 നിങ്ങൾക്ക് ചിലവായിരിക്കുന്നത് നഴ്സിംഗ് ഫീസ് ആയിരിക്കാം, ഒരു 10,000 ചിലവായിരിക്കുന്നത് ഡോക്ടർ ഫീസ് ആയിരിക്കാം. ഇതിനെല്ലാം വളരെ ചുരുക്കി, അതായത് ഒരു പേജിലോ 2 പേജിലോ ആക്കി തരുന്ന ഒരു സമ്മറി ബില്ലാണ് ഷോർട്ട് ബിൽ. അതിനെയാണ് സമ്മറി ബിൽ എന്ന് പറയുന്നത്. ഈ സമ്മറി ബില്ല് നിങ്ങൾ നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം. അതിൽ ഡോക്ടറിന്റെ സീലും ഹോസ്പിറ്റലിന്റെ സീലും ഡോക്ടർ സിഗ്നേച്ചറും ഉറപ്പായിട്ടും വാങ്ങുക. ഓക്കെ, അപ്പോ 3 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ 4ാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്കിനി വേണ്ടത് ഡീറ്റെയിൽ ബില്ലാണ്. ഡീറ്റെയിൽ ബിൽ എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ സമ്മറി ബില്ലിൽ ചുരുക്കിയാണ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഡീറ്റെയിൽ ബില്ലിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണത്തിന്, ഒരു ഫാർമസിയിൽ നിന്ന് നിങ്ങൾക്ക് 10,000 ആണ് ടോട്ടൽ എക്സ്പെൻസ്, നിങ്ങളുടെ 10,000 ആണ് ഫാർമസി ബില്ലിലായിട്ടുള്ളതെങ്കിൽ ഓരോരോ മെഡിസിനും ഓരോരോ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓരോ മെഡിസിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഡീറ്റെയിൽ ബില്ലിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടറിന്റെ ഫീസാണ് 10,000 ഡോക്ടർ ഫീസ് ആണെങ്കിൽ ഏതൊക്കെ ഡോക്ടറിനാണ് എത്ര രൂപ വെച്ചാണ് നമ്മൾ ഫീസായിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ പറയുന്ന ഡീറ്റെയിൽ ബിൽ ഒരു 4-5 പേജിലായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഇതാണ് 4 കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഡിസ്ചാർജ് സമ്മറി, രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, മൂന്നാമതായിട്ട് പറഞ്ഞത് സമ്മറി ബിൽ, 4ാമത് പറഞ്ഞത് ഡീറ്റെയിൽ ബിൽ. ഇനി അടുത്ത 5ാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ഇൻവോയ്സ്. ഇംപ്ലാന്റേഷൻ ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സർജറി നടക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സർജറി നടക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഇപ്പോൾ കൈമുട്ടിന് പൊട്ടലുണ്ടെങ്കിൽ റോഡ് ഇടാറുണ്ട്. അതുപോലെ ഹാർട്ടിനൊക്കെ പല സർജറി നടത്തുമ്പോൾ സ്റ്റഡ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിനകത്ത് ആ പ്രോഡക്റ്റിന്റെ ബാർകോഡ് ഉണ്ടാവാറുണ്ട്. ആ ബാർകോഡ് നിങ്ങൾ നിർബന്ധമായിട്ടും അതിന്റെ ബാർകോഡ് സ്റ്റിക്കർ, ബാർകോഡ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ബാർകോഡ് സ്റ്റിക്കർ, ഈ പറയുന്ന സംഭവങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് അതിന്റെ ഇമേജ് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ ഹാർഡ് കോപ്പി ആയിട്ടുള്ള ആ ബാർകോഡ് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങുകയോ ചെയ്യണം. ഇത് വളരെ നിർബന്ധമാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞിരിക്കുന്നത് 5ാമത്തെ കാര്യമാണ്. ഇനി അടുത്ത് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു സ്റ്റഡ് ആണെന്ന് വെക്കുക, ആ സ്റ്റഡിന്റെ ഇൻവോയ്സ് പ്രത്യേകമായിട്ട് വാങ്ങേണ്ടതായിട്ട്. ഇപ്പൊ സ്റ്റഡിന്റെ വില 1,000 രൂപയാണെങ്കിൽ നമ്മുടെ സമ്മറി ബില്ല്, ഡീറ്റെയിൽ ബില്ല്, അതിന് പുറമെ ഈ നമ്മുടെ ഡീറ്റെയിൽ ബില്ലിനും പുറമെ ആയിട്ട് ഈ സ്റ്റഡിന്റെ ഒരു ഇംപ്ലാന്റ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം ഇൻവോയ്സ് വാങ്ങേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ ഇംപ്ലാന്റ് ബാർകോഡും സ്റ്റിക്കറും അതുപോലെ ഇംപ്ലാന്റ് ഇൻവോയ്സും ഇത് സർജറി നടന്നിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു തിങ്സ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ രീതിയിൽ കൈ പൊട്ടുമ്പോൾ റോഡ് ഇടുന്നതും അതുപോലെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ സ്റ്റഡ് ഇടുന്നതും ഒക്കെയാണ്. അങ്ങനെയുള്ള കേസുകൾക്ക് മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഉള്ള കേസുകൾക്കെല്ലാം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ മതിയാവും. പിന്നെ നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് റെഫർ ലെറ്ററിന് നിങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല ഏതെങ്കിലും കാരണത്താൽ, ഇപ്പോൾ നിങ്ങൾക്ക് CRPFന്റെ ഹോസ്പിറ്റലിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ അഡ്മിറ്റ് ആയിരിക്കുന്നത് ആ അഡ്മിറ്റ് ആയ ഹോസ്പിറ്റലിൽ നിന്നും ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് വാങ്ങുക. എമർജൻസി സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ ഹെഡ്ലൈൻ എമർജൻസി സർട്ടിഫിക്കറ്റ് ആണെന്ന് വെക്കുക. എമർജൻസി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതിന്റെ ഹെഡ്ലൈൻ വരേണ്ടത്. അതിന് താഴെ ഇറ്റ് ഈസ് സർട്ടിഫൈഡ് ദാറ്റ് മിസ്റ്റർ, ആളിന്റെ പേര്, സോ ആൻഡ് സോ, ഏജ് ഇത്ര, അഡ്മിറ്റഡ് ഇൻ ദിസ് ഹോസ്പിറ്റൽ ഇൻ ആൻ എമർജൻസി കണ്ടീഷൻ ആൻഡ് ദ ഫോളോയിങ് ഡയഗ്നോസിസ് ഹാസ് ബീൻ കണ്ടക്റ്റഡ് ആൻഡ് ഹി ഡിസ്ചാർജ്ഡ് ഓൺ, എന്നാണോ ഡിസ്ചാർജ് ആവുന്നത് ആ ഡേറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് നമ്മുടെ എമർജൻസി സർട്ടിഫിക്കറ്റിനകത്ത് കാണിച്ചിരിക്കണം. എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റും അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് ഹോസ്പിറ്റലിന് അറിയാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ താഴെ ഹോസ്പിറ്റലിന്റെ സീലും ഡോക്ടറിന്റെ സീലും ഡോക്ടറിന്റെ സിഗ്നേച്ചറും നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻ പേഷ്യന്റിന് വേണ്ടിയുള്ള കാര്യമാണ്. ഒരാൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, സാധാരണഗതിയിൽ ഒരാള് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ പോയി വരുന്ന ഒരാളാണ്, അതായത് ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ എന്തൊക്കെ പേപ്പേഴ്സ് ആണ് അവർക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഔട്ട് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം എമർജൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ പോസിബിൾ അല്ല. അവർക്ക് മാക്സിമം അവരുടെ കേസിൽ ഒരു റെഫർ ലെറ്റർ വളരെ നിർബന്ധമായിട്ടും വേണം.
നിങ്ങൾ അടുത്തുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ താലൂക്ക് ഹോസ്പിറ്റലോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ എവിടെ ആയിക്കോട്ടെ അവിടെ നിങ്ങൾ പോവുക. പോയതിനു ശേഷം അവിടുത്തെ ഡോക്ടറെ കാണുക. ഒരു ഒ പി ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടുത്തെ ഡോക്ടറെ കാണുക. ഒ പി ടിക്കറ്റിൽ നിങ്ങളുടെ രോഗവിവരങ്ങളും മറ്റും എഴുതിയതിനു ശേഷം ഡോക്ടർ നിങ്ങളെ സാധാരണഗതിയിൽ ഇപ്പോൾ ചെറിയ ഹോസ്പിറ്റലുകളൊക്കെ പോവുകയാണെങ്കിൽ അവരുടെ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്കാണ് റെഫർ ചെയ്യാറുള്ളത്. ഡോക്ടേഴ്സ് എപ്പോഴും റെഫേർഡ് ടു ഹയർ സെന്റർ എന്നാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് റെഫർ ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി തരുന്നത്. പക്ഷെ നിങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുക, ഞാനൊരു CAPF ജവാനാണ്, എനിക്ക് CAPFന്റെ ആയുഷ്മാൻ ക്ലെയിമിന് വേണ്ടി റെഫേർഡ് ടു എനി ആയുഷ്മാൻ എംപാൻഡ് ഹോസ്പിറ്റൽ എന്നൊരു വാചകം ആ ഒരു ഒ പി ടിക്കറ്റിൽ എഴുതി തരാൻ നിങ്ങൾ ആവശ്യപ്പെടുക. പല ഡോക്ടേഴ്സും റിക്വസ്റ്റ് അനുസരിച്ച് ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നത് ഗവൺമെന്റ് ട്രീറ്റ്മെന്റ് തന്നെയാണ്, ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ്. ചില ഡോക്ടേഴ്സ് അത് കൺവിൻസ് ആവാറില്ല, അവർ റെഫേർഡ് ടു ഹയർ സെന്റർ എന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ ഹയർ സെന്ററിന് പകരം പേഷ്യന്റ് റെഫേർഡ് ടു എനി ആയുഷ്മാൻ എംപാൻഡ് ഹോസ്പിറ്റൽ എന്ന് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു റെഫർ ലെറ്റർ വാങ്ങിയതിന് ശേഷം പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ല ഒരു ഇൻ പേഷ്യന്റിന് വേണ്ട കാര്യങ്ങളല്ല ഒരു ഔട്ട് പേഷ്യന്റിന് വേണ്ടത്. ഔട്ട് പേഷ്യന്റിന് വേണ്ടത്, അതായത് ഒരു ദിവസം പോയി തിരിച്ചു വരുന്ന ഒരു പേഷ്യന്റിന്, ഇപ്പൊ ഒരു പനി വന്നു, ആ പനിക്ക് വേണ്ടി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്നു, അങ്ങനെയുള്ള സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പേപ്പറുകളല്ല വേണ്ടി വരുന്നത്, വളരെ വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ റെഫർ ലെറ്റർ വാങ്ങുക. റെഫർ ലെറ്റർ വാങ്ങിയതിനു ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ പോയി പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒരു ഒ പി ടിക്കറ്റ് എടുക്കുന്നു. ആ ഒ പി ടിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് സൂക്ഷിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒ പി ടിക്കറ്റ്. അതിനുശേഷം പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ ഒരു മെഡിസിന് വേണ്ടി ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി, അല്ലെങ്കിൽ ഡോക്ടർ ഒരു ടെസ്റ്റിന് വേണ്ടി ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി, ആ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടറിന്റെ സീലും ഹോസ്പിറ്റലിന്റെ സീലും ചെയ്ത് വാങ്ങുക. പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ പ്രത്യേകിച്ച് ഉണ്ടാവാറില്ല, ഒ പി ടിക്കറ്റിൽ തന്നെ ആയിരിക്കും പല ഡോക്ടേഴ്സും മെഡിസിനും പ്രിസ്ക്രിപ്ഷനും ഒക്കെ എഴുതുന്നത്. അപ്പോൾ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ, ഒ പി ടിക്കറ്റ്, രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു, ഇത് രണ്ടും സൂക്ഷിക്കുക. അടുത്ത മൂന്നാമതായിട്ട് വേണ്ടത് ബില്ലാണ്. നിങ്ങളിപ്പോൾ മെഡിസിൻ വാങ്ങുകയാണെങ്കിൽ മെഡിസിന്റെ ബില്ല് വെക്കുക. നിങ്ങൾ ടെസ്റ്റ് ആണ് നടത്തുന്നത്, ലാബ് ടെസ്റ്റ് ആണ് നടത്തുന്നതെങ്കിൽ ലാബിന്റെ ബില്ല് വെക്കുക. ഈ ബില്ലാണ് നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത്. ബില്ല് വാങ്ങുന്ന സമയത്ത് ആ ഫാർമസിയുടെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെയോ സീല് ആ ബില്ലിൽ വെച്ചിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് ശ്രദ്ധിക്കുക. ഇനി നാലാമതായിട്ട്, ഔട്ട് പേഷ്യന്റിന് നാലാമതായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നാലാമതായിട്ട് നമുക്ക് വേണ്ടി വരുന്ന റിപ്പോർട്ട്സ് ആണ്. അതായത് ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു, MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ MRI സ്കാനിന്റെ റിപ്പോർട്ട് അത് നമ്മൾ നിർബന്ധമായിട്ടും ഇതിൽ സൂക്ഷിക്കണം, നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി വരും. അപ്പോ ഈ 4 കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ട് പോകുന്ന CAPFന്റെ ജവാനോ അല്ലെങ്കിൽ CAPF ജവാന്റെ ഫാമിലിയോ ആണെങ്കിൽ ഈ 4 കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഇത്രയും പേപ്പർ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ CAPFന്റെ ആയുഷ്മാൻ ക്ലെയിം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയോട് അന്വേഷിച്ച ശേഷം നിങ്ങൾക്ക് ആ ആളിനെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ CAPFന്റെ പോർട്ടലിനകത്ത് കയറി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനും നിങ്ങളുടെ കയ്യിൽ നിന്നും ചെലവായ തുക കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് നേടിയെടുക്കുവാനും കഴിയും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള CAPF റിലേറ്റഡ് ആയുഷ്മാൻ ക്ലെയിമിന്റെയും അതുപോലെ ഇൻകം ടാക്സ് റിലേറ്റഡ് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ആനുകൂല്യങ്ങൾ, CAPFന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ അറിയുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരോ കമന്റ്സിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും. വളരെ നന്ദി.